അഹമ്മദാബാദിലെ വിമാന ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിന്റെ ആഘാതം നേരിട്ട് വിലയിരുത്തി. ഉന്നത ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മോഹൻ നായിഡുവും ഉണ്ടായിരുന്നു. അപകടസ്ഥലമായ BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടവും പ്രധാനമന്ത്രി സന്ദർശിച്ചു. പിന്നീട് ദുരന്തമുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സിവിൽ ആശുപത്രിയിലെത്തിയ പ്രധാനമന്ത്രി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കുകയും അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശിനെ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കുകയും അപകട കാരണങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. പിന്നീട് ഗാന്ധിനഗറിലെ രാജ്ഭവനിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും ചെയ്തു. ഇതുവരെ നടന്ന രക്ഷാപ്രവർത്തനങ്ങളും ഇനിയുള്ള നടപടികളുമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് സ്വീകരിക്കേണ്ട കാര്യങ്ങളും വിലയിരുത്തിയത്. ദുരന്തത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ വസതിയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. വിമാന ദുരന്തമുണ്ടായതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവുമായും പ്രധാനമന്ത്രി ദീർഘനേരം സംസാരിക്കുകയും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. വിമാന ദുരന്തത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറൽ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അഹമ്മദാബാദിൽ ക്യാമ്പ് ചെയ്താണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും അന്വേഷണം ആരംഭിച്ചു. അമേരിക്കൻ അന്വേഷണ ഏജൻസികളും ഇന്ത്യൻ ഏജൻസികളുമായി സഹകരിച്ചാകും അന്വേഷണം നടത്തുക. ഇന്ന് രാവിലെ ദുരന്ത സ്ഥലത്ത് ഫോറൻസിക് സംഘം വിദഗ്ധ പരിശോധന നടത്തി. മരണപ്പെട്ടവരുടെ DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇതിനായി ബന്ധുക്കൾ അഹമ്മദാബാദിൽ എത്തുകയും ചെയ്തു. ഷെഗിന ന്യൂസ് ബ്യൂറോ, ദില്ലി.